നമ്മളിപ്പോ ഈ വലിയ ചുണ്ടവള്ളങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ചെറുവള്ളങ്ങളെ കുറിച്ച് പലപ്പോഴും പറയാതെ പോകല പതിവ്. ഇപ്പൊ ഇരുട്ടുകുത്തി എന്ന് പറയുന്ന വള്ളമുണ്ട്. രാത്രിയുടെ മറവിൽ പോയിട്ട് കവർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് ഈ ഇരുട്ടുകുത്തി, ഓടി എന്നും പറയും. പിന്നീട് വെപ്പ് വള്ളങ്ങളുണ്ട്. വലിയ ചുണ്ടൻ വള്ളങ്ങൾക്കൊപ്പം ഈ വലിയ യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് അകമ്പടി സേവിച്ചിരുത്ത് അവർക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതാണ് വെപ്പ് വള്ളങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തെക്കനോടിയുണ്ട്. സാധാരണ സ്ത്രീകളൊക്കെ തുഴയുന്നതാണ് തെക്കനോടി എന്നാണ് പറയുന്നത്. അതിൽ തറയുണ്ട്, കെട്ടുവള്ളമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിപ്പോ നിങ്ങൾ തുഴയാൻ പോകുന്നത് ഏതാണ്? ഗോതുരുത്തുപുത്രൻ, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്ന തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നവരാണ്. നോക്കൂ, ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്നും മിക്കൊരു വള്ളക്കാരുണ്ട്. ഉറപ്പായിട്ട് ഈ ഗോതുരുത്തുപുത്രന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ അത് ഓടിവള്ളങ്ങളിലെ കാരിച്ചാല. അതായത് ചുണ്ടവള്ളങ്ങൾ കാരിച്ചാലിന്റെ ഒരു പേരുണ്ടല്ലോ, ഭയങ്കരമാണെന്ന്. ഭയങ്കരം തന്നെ ഗോതുരുത്തുപുത്രൻ. എന്താണ് ഈ പേര് വരാൻ കാര്യം? ഗോതുരുത്തുപുത്രൻ അതൊരു ദേശത്തിന്റെ പേരാണ്. ഗോതുരുത്ത് എന്ന് പറയുന്നത് ഒരു കരയുടെ എല്ലാവരും ഒരു 500 പേരുടെ ഷെയറിലെ സ്ഥലം ഏതാ? തൃശ്ശൂരാണോ? കോട്ടപ്പുറത്ത് ഗോതുരുത്ത് എറണാകുളം. അപ്പൊ എറണാകുളം ജില്ലയിലെ ദേശം തൃപ്പൂണിത്തറക്കാർ തുഴയാൻ വരുന്നു, തൃശ്ശൂരുകാർ തുഴയാൻ വരുന്നു. പുന്നമടയിൽ മത്സരം. ഇരുട്ടൂത്തിയല്ലേ? ഇവിടെ ബി ഗ്രേഡ് ബി ഗ്രേഡ് ആണ്. 35 പേര്. അതായത് ഈ എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയാം. അത് വള്ളം തുഴയുന്ന വള്ളക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ABC വരുന്നത്, അല്ലെ? എ ഗ്രേഡ് വരുമ്പോ 50 മുകളിൽ പോകും. 50 മുകളിൽ. മറ്റേത് വരുന്നത് 35 വരെ. 30 മുതൽ 35 വരെയാണ് ബി ഗ്രേഡ്. പിന്നെ സി ഗ്രേഡ് 20 മുതൽ 25 വരെ. 20 മുതൽ 20, അതാണ് ഏറ്റവും ചെറുത്, സി ഗ്രേഡ്. അപ്പം വെപ്പ് വെള്ളത്തിലും ഇതുണ്ട്, ഓടി വെള്ളത്തിലും ഉണ്ട്. ഓടി വെള്ളത്തിൽ പറയുന്ന മറ്റൊരു പേരാണ് ചുണ്ടലുണ്ട് ബി ഗ്രേഡ്. അപ്പൊ ഉഷാറല്ലേ? മിന്നൽപ്പട റാവൂലേ? ഉഷാറാണ്. ഓ, നമസ്കാരം. ഹായ് സാർ. ഹരിദാസ്, തൃശ്ശൂർ ആണോ? നിങ്ങളുടെ വെള്ളമാണോ ഇത്? കാണാൻ വേണ്ടി വന്നോ? ഇന്നലെ വന്നോ അതോ ഇന്ന് വന്നോ? ഇന്നലെ വന്നു. എന്താ മോന്റെ പേര്? ആഹാ, വള്ളംകളി കാണാൻ വന്നതാണോ? ആഹാ, ശരി, വെരി ഗുഡ്. ഫാമിലി ആയിട്ട് വന്നതായിരിക്കും. എവിടുന്ന? തൃശ്ശൂർ നിന്നാണോ? ഓക്കെ. നമ്മുടെ വീട് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. വേറെ പ്രത്യേകത പറയല്ലേ, 71 കളിവള്ളങ്ങൾ പറഞ്ഞില്ലേ, അതിൽ ഭൂരിപക്ഷവും ഈ ചെറുവള്ളങ്ങളാണ്. 21 മറ്റേത്. അത് മനസ്സിലാക്കണം. ഈ വള്ളങ്ങളെ ഇത്ര വർണ്ണാഭമാക്കുന്നതിന്റെ കാരണം ചെറുവള്ളങ്ങളാണ്. ഞങ്ങളെന്തായാലും ഇപ്രാവശ്യം കപ്പെടുക്കും. 1-2 മാസത്തെ ട്രെയിനിങ് ആണ്. വെച്ചോളൂ. അത് എന്താണ്, ഓടി വെള്ളത്തിലാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ ഉഷാറാവട്ടെ, ഗംഭീരമാവട്ടെ. അപ്പൊ നമുക്ക് നമ്മൾ അതാ